ഭംഗി മാത്രം നോക്കിയിട്ട് എടുത്താൽ ചിലപ്പോൾ പണി കിട്ടും. ഞാൻ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏത് ഹെൽമെറ്റ് വാങ്ങിക്കണം? ഡ്യുവൽ സ്പോട്ട് വേണോ, ഫുൾ ഫേസ് വേണോ? രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം നമുക്ക് നോക്കാം. ഇത് ആക്സറിൻ്റെ എക്സ്ക്രോസ് എന്ന് പറഞ്ഞ ഹെൽമെറ്റാണ്. ഇതിൻ്റെ 2 വേർഷൻ വരുന്നുണ്ട്. ഒന്ന് മോട്ടോക്രോസ് ഹെൽമെറ്റും ഒന്ന് ഡ്യുവൽ സ്പോട്ട് ഹെൽമെറ്റും. എൻ്റെ കയ്യിലുള്ളത് ഡ്യുവൽ സ്പോട്ട് ഹെൽമെറ്റാണ്. മോട്ടോക്രോസ് ഹെൽമെറ്റ് ആണെങ്കിൽ വൈസർ ഉണ്ടാവില്ല. ഇതെൻ്റെ ഡ്യുവൽ സ്പോട്ടിൽ 2 വൈസറുണ്ട്. ഒരു നമ്മുടെ ഈ ക്ലിയർ വൈസറുണ്ട്, പിന്നെ ഒരു ഉള്ളിലുള്ള വൈസറുമുണ്ട്. മോട്ടോക്രോസ് ആകുമ്പോൾ നമ്മൾ മറ്റേ ഗൂഗിൾസ് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത്, ഈ ഡ്യുവൽ സ്പോട്ടിൻ്റെ പ്രൈസ് വരുന്നത് 7400 ആണ് MRP. മോട്ടോക്രോസിൻ്റെ വൈസർ ഇല്ലാത്ത വേർഷൻ്റെ പ്രൈസ് വരുന്നത് 5000 ആണ്. ഇത് ഞാൻ ബാൻഡിഡോസിൻ്റെ സെയിലിന് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇതിന് 5000 സംതിങ് ആണ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഹെൽമെറ്റ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ബാൻഡിഡോസിൻ്റെ ഏതെങ്കിലും സെയിലിന് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ 7400 MRP കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും. സോ ഇത് എൻ്റെ കയ്യിൽ ഒരു 2 years ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്ക് ഹിമാലയൻ 450 ആണ് പുതിയത്. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു അഡ്വഞ്ചർ ഹെൽമെറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹെൽമെറ്റ് എടുത്തത്. കാണാനും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗ്രാഫിക്സാണ്, നല്ല കളറാണ്. നമുക്ക് ഇട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണിത് കാണാൻ. പക്ഷേ ഭംഗി മാത്രം നോക്കിയിട്ട് എടുത്താൽ ചിലപ്പോൾ പണി കിട്ടും. എന്താ വെച്ചാൽ ഇതിൽ ഭയങ്കര വിൻഡ് ഡ്രാഗ് വരുന്നുണ്ട്. ഞാൻ ഇട്ട് പോകുമ്പോൾ ഫുൾ ഇവിടേക്കാണ് കാറ്റടിക്കുന്നത് എൻ്റെ ഹിമാലയനിലെ വിൻസ്ക്രീൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് തല വെട്ടുന്നുണ്ട്. ഹൈ സ്പീഡല്ല, സാധാ ഒരു 80 to 100 പോകുമ്പോൾ തന്നെ ഹൈവേയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെഡിലോട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ ഞാനിത് അഴിച്ച് നോക്കി. നമുക്കിത് റിമൂവബിളാണ്. ഇവിടെ 3 സ്ക്രൂ കാണാം. ഇത് അഴിച്ചാൽ നമുക്കിത് ഈ ബീക്ക് റിമൂവ് ചെയ്യാം. പക്ഷെ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഓടിച്ചിട്ടും എനിക്ക് വലിയ വ്യത്യാസം വന്നില്ല. അതൊരു കൺസേൺ ആണ് ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോൾ. നമ്മളിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ 80ക്ക് താഴെ പോകാൻ പോകുന്നില്ല പക്ഷേ ആ ഒരു 80 to 100 പോകുമ്പോൾ തന്നെ ഇത് വെച്ചിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്ക് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്ക്രാം അല്ലെങ്കിൽ ട്രയംഫിൻ്റെ സ്ക്രാം 400, എൻഫീൽഡിൻ്റെ സ്ക്രാം 411 ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചാലൊന്ന് തോന്നും. പക്ഷേ ഇങ്ങനത്തെ ഹെൽമെറ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് വണ്ടി ഓടിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. എനിക്ക് പേഴ്സണലി ഇത് സെറ്റായിട്ടില്ല. സ്പീഡിൽ പോകുമ്പോൾ, സ്പീഡിലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ സ്പീഡിലും അല്ല പോകുന്നത്. ഒരു 80 to 100 പിടിക്കുമ്പോൾ പോലും എനിക്കിത് സെറ്റായിട്ടില്ല. ഓപ്പോസിറ്റാണ് കാറ്റ് വരുന്നുണ്ടെങ്കിൽ. ചില സമയങ്ങളിൽ കാറ്റ് ബാക്കിൽ നിന്നുള്ള സമയങ്ങളിൽ പോകുമ്പോൾ വലിയ പ്രശ്നം വന്നിട്ടില്ല. ഒരു 110-120 ആ പ്രശ്നം വന്നിട്ടുള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് ആ പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലൊരു ബ്ലൂടൂത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് ഉണ്ട്, മറ്റേ മൈക്കിനും 2 സ്പീക്കറിനൊക്കെ. അത് നല്ലൊരു ഉപകാരമാണ്. ഇതും മറ്റേ ഞാൻ ബാൻഡിഡോ സെയിലിന് വാങ്ങിച്ചതാണ്. ഇതിന് 2000 or 1800 എന്തോ MRP ഉണ്ട്. ആ ഓഫറിൽ എനിക്ക് 800 കിട്ടിയത്. ഇത് രണ്ടും കൂടെ അറൗണ്ട് 5500 or 6000 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫർ ഇല്ലാത്ത സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ 7400 കൊടുത്ത് ഈ ഹെൽമെറ്റ് മാത്രമായിട്ട് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇതിൽ നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുന്ന വെൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മോട്ടോക്രോസിൽ ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റില്ല തോന്നുന്നുണ്ട്. പെർമനൻ്റായിട്ട് ഓപ്പൺ തന്നെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ 2 വെൻസ് വരുന്നുണ്ട്. ഇത് പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓപ്പണൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇത് ജസ്റ്റ് ഇതോ ഫങ്ഷനിങ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്.
ഇതിൻ്റെ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ്, കളറും ഡീറ്റെയിൽസ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഭംഗി മാത്രം നോക്കി വാങ്ങിക്കാണ്ടിരിക്കുക, നിങ്ങളൊന്ന് ഓടിച്ച് പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം ഇത് വാങ്ങിക്കുക. പിന്നെ എൻ്റെ കയ്യിലുള്ള വേറെ ഹെൽമെറ്റാണ് MTയുടെ തണ്ടർ 3 ഹെൽമെറ്റ്. എനിക്ക് ഇതിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ സുഖമായിട്ട് എനിക്ക് 130-ലും 140-ലും ക്രൂയിസ് ചെയ്തിട്ട് പോയിട്ടും ഇതിലെനിക്കൊരു പേഴ്സണലി ഒരു പ്രശ്നവും വന്നിട്ടില്ല. സാധാ നമ്മളെങ്ങനെ പോകുന്നോ നമുക്ക് അങ്ങനെ പോവാം ഇത് വെച്ചിട്ട്. പക്ഷേ ഇത് വെച്ച് പോകുമ്പോൾ ഹൈ സ്പീഡിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മുടെ ഹെഡ് ഭയങ്കരമായിട്ട് ഷേക്കാവും, ഭയങ്കരമായിട്ട് വിൻഡ് വന്നിങ്ങനെ മുഖത്തടിച്ച് നമ്മുടെ തല ഇങ്ങനെ ആടുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് എനിക്ക് ഹൈ സ്പീഡ് ക്രൂസിങ് ഒന്നും കോൺഫിഡൻസ് ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനത്തെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റിൽ ഒരു പ്രശ്നമില്ലാണ്ട് പോവാം. അപ്പോൾ ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോൾ ഹിമാലയൻ 450 വാങ്ങിക്കുമ്പോൾ അതിലൊരു ഷോർട്ട് വിൻസ്ക്രീൻ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി ടൂറിങ് വിൻസ്ക്രീൻ വെച്ചു. പക്ഷേ ടൂറിങ് വിൻസ്ക്രീൻ വെച്ചിട്ടും എനിക്ക് ഈ ഹെൽമെറ്റിൽ വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ബെറ്ററായി. സോ നിങ്ങൾ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫുൾ ഫേസ് വേണോ അതോ ഇങ്ങനത്തെ അഡ്വഞ്ചർ ഹെൽമെറ്റ് വേണോ എന്നുള്ളത് ലുക്ക് കണ്ടിട്ട് മാത്രം വാങ്ങിക്കാണ്ടിരിക്കുക. പേഴ്സണലി അത് വെച്ച് നോക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുറച്ച് ഓടിക്കുക. അത് നോർമൽ ഇങ്ങനത്തെ റോഡിൽ ഓടിച്ചിട്ട് കാര്യമില്ല, ഹൈവേയിൽ പോയി ഓടിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളുടെ ഈ റോഡിൽ സാധാ റോഡാണെങ്കിൽ ഓടിച്ചാലും വലിയ വ്യത്യാസം വരില്ല, കാരണം നമ്മൾ അങ്ങനെ സ്പീഡ് എടുത്ത് പോകാൻ പോകുന്നില്ല. ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ ഹൈവേയിൽ തന്നെ ക്രൂയിസ് ചെയ്യണം. അത് കുറച്ച് നേരം ക്രൂയിസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരണത്തെങ്കിലും ഇങ്ങനത്തെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വെച്ച് ക്രൂയിസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കുക. ഈ ഹെൽമെറ്റിനൊരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഇപ്പോൾ സൈഡാണെങ്കിലും ഇതിൽ വിസിബിലിറ്റി കൂടുതലാണ്, ഇതിനെയും കാട്ടി വിസിബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇതായിരുന്നു കംഫർട്ടും വിസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ട് പെട്ടെന്ന് വാങ്ങിച്ചതാണ്. ഓടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമുക്ക് വാങ്ങിക്കണതിന് മുന്നേ ഇട്ടിട്ട് ഓടിച്ച് നോക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വിസിബിലിറ്റി ഭയങ്കര നല്ല വിസിബിലിറ്റിയാണ് ഇങ്ങനത്തെ ഫുൾ ഫേസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിൽ പിൻലോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഉള്ളിൽ ഫോഗ് അടിക്കില്ല. ഇതിൽ ഓൾറെഡി പിൻലോക്ക് 70 ആയിട്ടാണ് ഹെൽമെറ്റ് വരുന്നത് തന്നെ. ഇതിപ്പോൾ എൻ്റെ ഈ MT ഹെൽമെറ്റിൽ പിൻലോക്ക് റെഡിയാണ് വൈസർ, പക്ഷേ പിൻലോക്ക് ബിൽറ്റിനായിട്ട് വരുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കണം. അതിനെത്ര 1800 എന്തോ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിൻലോക്ക് ഇല്ലാത്തത് കാരണം ഞാൻ മഴ സമയത്ത് ഞാൻ ഈ ഹെൽമെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക, കാരണം നമ്മളത്ര സ്പീഡ് എടുത്ത് പോവില്ല, പിന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മഴക്കാലത്തും അങ്ങനത്തെ അധികം സ്പീഡില്ലാത്ത ക്രൂസ് ചെയ്ത് പോണ ഒരു റൈഡൊക്കെ ആണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും പോകണ്ടാവുക. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹൈവേ ക്രൂസിങ് ആണ്, അത്യാവശ്യം സ്പീഡ് എടുത്ത് പോകണം എന്നൊക്കെ ഉള്ള ഒരു റൈഡാണെങ്കിൽ ഈ ഒരു MT ഹെൽമെറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഇത് പണ്ട് ഞാൻ എൻ്റെ സ്കൂട്ടർ വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചൊരു ഹെൽമെറ്റാണ്, സ്റ്റഡ്സിൻ്റെ. ഇത് ബേസിക് ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് പോലും എനിക്കൊരു 100-ൽ എൻ്റെ ഹിമാലയനിൽ പോകാൻ പ്രശ്നമില്ല, വിൻഡ് ഡിഫ്ലക്റ്റായി പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ വിൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹെൽമെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫങ്ഷനും പർപ്പസും നിങ്ങളുടെ ഒരു കംഫർട്ടും കൂടെ നോക്കിയിട്ട് നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ആ വൈസർ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞതും എൻ്റെ കേടുവന്ന് പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് ഈ ഒരു ആക്സറിൻ്റെ ഒരു കോമൺ ഇഷ്യൂ ആണ് ഇത് കേടുവന്ന് പോകാന്നുള്ളതെന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ ബാൻഡിഡോസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാക്കി തരാം, പക്ഷേ ഒരു ദിവസം ഹെൽമെറ്റ് അവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഒരു 2 ഇയേഴ്സായിട്ട് വാങ്ങിച്ചതും ഒരു 1 വീക്ക് തന്നെ കേടുവന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ ശരിയാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ കേടുവന്നു. ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമ്മൾ ശരിയാക്കി കഴിഞ്ഞാലും എത്ര ലാസ്റ്റ് ചെയ്യുന്നറിയില്ല. ഇപ്പം ഞാൻ മാനുവലി നമ്മൾ ഇത് വേണമെങ്കിൽ സൺവൈസർ വേണമെങ്കിൽ ഞാൻ ഈ കൈ കൊണ്ട് മാനുവലി ഇങ്ങനെ താഴ്ത്താണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഇതില്ല, പിന്നെ ഇങ്ങനെ മേലേക്ക് ആക്കണം. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് ഈ ഹെൽമെറ്റിൻ്റെ.
ബാക്കി കൊണ്ട് നോക്കുകയാണെങ്കിൽ പാഡിങ്സ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ വരുന്നത് മറ്റേ ഡബിൾ ഡി റിംഗ് ആണ് വരുന്നത്. നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ പാഡിങ്സ് എല്ലാം അഴിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കാറുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമില്ല, തിരിച്ചു വയ്ക്കാനും അഴിക്കാനും ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവിടെ വീക്കിൽ തന്നെ ഒരു സൺഷെയ്ഡ് കൂടെ വരുന്നുണ്ട് എക്സ്ട്രാ. അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തോ ഓപ്പൺ ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ഹൈറ്റും വണ്ടിൻ്റെ ഒരു ഇതെല്ലാം വെച്ചിട്ട് ഡിഫർ ചെയ്യും. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഇതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡൽ വേണമെങ്കിൽ വെച്ച് നോക്കി പേഴ്സണലായി എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. താങ്ക് യു.